ഇതൊരു അടിപൊളി സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പഞ്ചസാരയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ട് ബീറ്റായി കിട്ടും. അപ്പോൾ ഈ പഞ്ചസാര ഒരു 3-4 ബാച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഈ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്യുക. ഇപ്പോൾ കണ്ട മുട്ട നന്ന ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഓയിലാണ്. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഫസ്റ്റ് സ്പീഡിൽ വേണം ഓയിൽ ഒഴിക്കുമ്പോൾ മിക്സ് ചെയ്യാനായിട്ട്. ഇങ്ങനെ കംപ്ലീറ്റ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ പകുതി അരിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ബാക്കി പകുതി അങ്ങനെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പയ്യെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒരുപാടങ്ങ് സ്പീഡിലൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുട്ട പതഞ്ഞ് വന്നൊക്കെ താന്നു പോകും. ബാക്കി കൂടി ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ബീറ്റർ ഉപയോഗിച്ചും മിക്സ് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ളത് ചെറു ചൂടായാലും കുഴപ്പമില്ല. അതിനുശേഷം മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ബേക്കിംഗ് ടിന്നിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയർ ബബിൾസ് കളയാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് വെച്ച് കൊടുക്കുക. 10 മിനിറ്റ് മുമ്പ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതാണ് മീഡിയം ഫ്ലെയിമിൽ. അതിലേക്ക് വെച്ച് കൊടുത്ത് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് 50 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 35 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ 3 കുത്താണ് കാണുന്നത്. ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബേക്ക് ആയിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി പുറത്തേക്ക് എടുത്ത് തണുപ്പിക്കാൻ വേണ്ടി വെക്കാം. പിന്നെ ഇതിലേക്ക് കാരമൽ സോസ് റെഡിയാക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയ പാനിലേക്ക് ഒരു 1/3 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഒന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് മെൽറ്റായി കഴിയുമ്പോൾ ഷുഗർ എടുത്ത അതേ കപ്പിൽ തന്നെ ക്രീം ചേർത്ത് കൊടുക്കുക. ഇതിപ്പം ഫ്രഷ് ക്രീമും പാലും കൂടി മിക്സാണ് കേട്ടോ. രണ്ടും കൂടെ പകുതി എടുത്തതാണ്. അപ്പോൾ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കാതെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് വെച്ചേക്കുക. എന്നിട്ട് അതിങ്ങനെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കുക, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് തിക്കായി പോകും. അപ്പോൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കണ്ടോ, ഈ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ ഇതിനി ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുകൾ വശം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ചെറുതായിട്ടൊരു പൊക്കമുണ്ട്, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ ഫ്ലാറ്റായിട്ട് കിട്ടാൻ മാറ്റുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ 3 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ 3 ലെയറും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് 3/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കണ്ടൻസ് മിൽക്കിന് പകരം പഞ്ചസാരയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് 5 രൂപയുടെ 2 പാക്കറ്റ് ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പാല് ഒന്നിലെ റൂം ടെമ്പറേച്ചറിലായിരിക്കാം, അല്ലെങ്കിൽ ചെറു ചൂടുള്ളത് എടുക്കാം, അല്ലെങ്കിൽ ബൂസ്റ്റ് മിക്സ് ആവില്ല. അപ്പോൾ 1 പാക്കറ്റ് മിക്സ് ആക്കിയതിന് ശേഷം അടുത്തത് കൂടി പൊട്ടിച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഐസിങ് ചെയ്യാനുള്ള ക്രീം റെഡിയാക്കാം. ഞാൻ അതിനായിട്ട് വിവോയുടെ ക്രീമാണ് എടുക്കുന്നത്. 1/4 കപ്പ് ക്രീമാണ് എടുക്കുന്നത്. ഇതിനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പകുതി ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 2 പാക്കറ്റ് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂണോളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സ്റ്റിഫാകുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഓരോ ലെയർ വെച്ച് കൊടുത്ത് സാധാരണ കേക്കിന് ചെയ്യുന്ന പോലെ തന്നെ ഈ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം.
സാധാരണ ഷുഗർ സിറപ്പാണെങ്കിൽ ഇവിടെ ഈ ബൂസ്റ്റും മിൽക്കിൻ്റെ സിറപ്പാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇനി അതിനുശേഷം അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ ക്രീം വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഒന്നിലും ഇങ്ങനെ പാരൻ നൈഫ് കൊണ്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ കാരമൽ സോസ് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതി. ഇനി ഇതിലേക്ക് പ്രലൈനാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം എത്രമാത്രം അളവ് ഈ ഒരു കേക്കിലേക്ക് വേണമെന്നുള്ളതിൻ്റെ മെഷർമെൻറ്റും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഒരു പാരൻ നൈഫ് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത ലെയർ വെക്കുന്ന സമയത്ത് ആ ലെയർ പൊങ്ങിയിരിക്കും. ഇനി ഇതുപോലെ തന്നെ അടുത്ത ലെയർ ചെയ്തെടുക്കുക. വെറ്റാക്കിയതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഈ കാരമൽ സോസും സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം പ്രലൈന് മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് മൂന്നാമത്തെ ലെയറാണ്, അതായത് ഏറ്റവും താഴത്തെ ലെയറാണ് മുകളിലായിട്ട് വെക്കുക, നല്ല ഫ്ലാറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ കേക്കിന് അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഞാൻ മുകൾ വശം കട്ട് ചെയ്ത് മാറ്റിയിട്ട് എനിക്ക് നല്ല ഫ്ലാറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എങ്കിലും വെക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തെ പോർഷൻ മുകളിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ല ഫ്ലാറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് തണുപ്പിച്ചതിന് ശേഷം. പിന്നെ ഇതിലേക്ക് ഫൈനൽ ഐസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ക്രം കോട്ട് ചെയ്ത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ആദ്യമേ തന്നെ നല്ല രീതിക്ക് ഐസിങ് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടെ നന്നായിട്ട് ആ ക്രംസൊക്കെ ഒന്ന് സെറ്റിലാകാൻ വേണ്ടിയിട്ടാണ് ക്രം കോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ക്രം കോട്ട് ചെയ്യാതെ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചും ചെയ്തെടുക്കാം. ഇതിനി ഒന്ന് ഫിനിഷാക്കി എടുക്കാം അത്യാവശ്യം. ഇതിപ്പോൾ ഞാൻ ഈ പാലറ്റ് നൈഫ് ഒന്ന് ചൂടാക്കി എടുത്താണ്, അതായത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം കത്തിച്ചിട്ട് ഒന്ന് ചൂടാക്കിയതാണ്. എന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് അതൊന്ന് തുടച്ചിട്ടാണെങ്കിലും ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത് ഇങ്ങനെ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. അതിനുശേഷം തുടച്ചിട്ട് വേണം നമ്മളത് കേക്കിലേക്ക് വെക്കാനായിട്ട്. നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇങ്ങനെ അത്യാവശ്യം ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, നന്നായിട്ട് തന്നെ ഫിനിഷായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുകളിലൊരു ഡിസൈൻ കൊടുക്കുക. ഞാനിവിടെ 100ൻ്റെ 1M നോസിലാണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് ഒരു റോസ് ഡിസൈനാണ് കൊടുക്കുന്നത്. പിന്നെ ആ ഗ്യാപ്പ് കാണുന്നിടത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഓരോരുത്തരുടെ കലാബോധത്തിനൊക്കെ അനുസരിച്ച്. പിന്നെ ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി മെൽറ്റ് ചെയ്തതാണ്. സൈഡിൽ കൂടി ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിലും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഷുഗറിൻ്റെ സിൽവർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. ഇത് ഇനി ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് കട്ട് ചെയ്യാം. അപ്പോൾ ആ കേക്ക് തണുപ്പിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ, കട്ട് ചെയ്ത് പോകുന്ന കാണുമ്പോൾ അറിയാൻ നല്ല സോഫ്റ്റായിട്ടാണ് കട്ട് ചെയ്ത് പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല ബൂസ്റ്റിൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. നല്ല അടിപൊളി ഒരു കേക്കാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് നട്ട്സ് കടിക്കാൻ കിട്ടുന്നതൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അത് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയത്തുള്ളൂ എൻ്റെ ടേസ്റ്റ്. സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി കേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.